ഹലോ നമസ്കാരം, എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. വളരെ കാലത്തെ ഇടവേളയ്ക്ക് ശേഷമാണ് ഒരു വീഡിയോ ചെയ്യുന്നത്. മാഗ്നസ് CS ഏകദേശം 46,000 കിലോമീറ്റർ ഓടിക്കഴിഞ്ഞു. വലിയ കംപ്ലൈൻറ്റുകളില്ല, എന്നാൽ ബാറ്ററി കംപ്ലൈൻറ്റ് ഇഷ്യൂ ഉണ്ടായിരുന്നു, മോട്ടർ ഇഷ്യൂ ഉണ്ടായിരുന്നു. പക്ഷേ ഇതൊക്കെ നമുക്ക് വീഡിയോ എടുത്തിടാനുള്ള സാഹചര്യം നിലവിലില്ലായിരുന്നു. എങ്കിലും ഞാൻ ഏറ്റവും യൂസ്ഫുൾ ആയിട്ടുള്ളൊരു മെസ്സേജ് നിങ്ങൾക്ക് തരാം. കാരണം ഞാൻ അനുഭവിച്ചതിൽ ഏറ്റവും ദേഷ്യം പിടിപ്പിക്കുന്ന ഒരു കംപ്ലൈൻ്റാണ് ഞാൻ നിങ്ങളോട് ഷെയർ ചെയ്യാൻ പോകുന്നത്. നമ്മൾ മിക്കവാറും യാത്ര ചെയ്യുമ്പോൾ തന്നെ ലോ മോഡും ഹൈ മോഡും മാറി മാറി വരാറുണ്ട്. അത് നമുക്ക് കാരണം നമ്മൾ ധൃതി വെച്ചായിരിക്കും എവിടെയെങ്കിലും പോകുന്നത്. ആ ധൃതി വെച്ച് പോകുന്ന സമയത്ത് ഇത് ലോ മോഡിലേക്ക് മാറി കഴിയുമ്പോൾ നമുക്ക് ആകെ ദേഷ്യമായിരിക്കും, സങ്കടമായിരിക്കും. നമ്മൾ എന്തെങ്കിലും അത്യാവശ്യ സമയത്തായിരിക്കും യാത്ര ചെയ്യുമ്പോഴത്തേനായിരിക്കും ഇത് ലോ മോഡിൽ തന്നെ കിടക്കുന്നത്, ഹൈ മോഡോട്ട് മാറത്തില്ല. പലപ്പോഴും സ്വിച്ച് കംപ്ലൈൻറ്റ് വരത്തില്ലെന്നല്ല, സ്വിച്ച് കംപ്ലൈൻറ്റ് മാത്രമല്ല ഇതിന് വരുന്നത്. അതിനൊരു ചെറിയൊരു സൊല്യൂഷനോട് ഞാൻ തരാം. ഇതാണ് നമ്മുടെ ലോയും ഹൈയും സ്പീഡ് അഡ്ജസ്റ്റ് ചെയ്യുന്ന സ്വിച്ച്. ഈ സ്വിച്ച് എന്ന് വരുന്ന വയറാണ് ഈ കാണുന്ന വയർ. ഈ കാണുന്ന വയറിനകത്ത് 2 സപ്ലൈ ആണുള്ളത്. ഒന്ന് ഇതിൻ്റെ സെൻസർ വരുന്നത്, അതായത് സ്പീഡ് അഡ്ജസ്റ്റ് ചെയ്യുന്ന ത്രോട്ടിലിൻ്റെ സെൻസർ വരുന്ന വയർ ഇത്. അതുകൂടാതെ വരുന്ന 2 വയറാണ്, ഇത് 3 വയറാണ് വരുന്നത്. അതുകൂടാതെ 2 വയർ വരുന്നുണ്ട്. ഈ വരുന്ന 2 വയറുകളാണ് നമുക്ക് ലോയും സ്പീഡും അഡ്ജസ്റ്റ് ചെയ്യാനുള്ള സ്വിച്ചിലേക്ക് പോകുന്നത്. ഈ സ്വിച്ചിൻ്റെ അവിടെ വന്നിരിക്കുന്ന കളർ എന്ന് പറയുമ്പോഴത്തേന് ബ്ലൂവും വൈറ്റുമാണ് വന്നിരിക്കുന്നത്. ഈ ബ്ലൂവും വൈറ്റും വന്നതിന് ശേഷം ഇതിൻ്റെ ഔട്ട് പോകുന്നത് വൈറ്റ് റെഡും, ഇതിനകത്ത് ബ്ലാക്ക് ആണ് കാണിച്ചിരിക്കുന്നത്. പക്ഷെ ബ്ലാക്ക് അല്ല വരുന്നത്, വൈറ്റിൻ്റെ തന്നെ പ്യുവർ വൈറ്റ് ആയിട്ടുള്ള ഔട്ടാണ് ഇതേന്ന് പിന്നെ പോകുന്നത്. അപ്പോൾ നമ്മൾ മീറ്റർ വെച്ച് ചെക്ക് ചെയ്യുമ്പോഴത്തേനും നമുക്ക് കിട്ടുന്നത് 2 വയറുകളാണ്. അവിടുന്ന് ബ്ലാക്ക് ആണ് ഔട്ട് വന്നത്, ബ്ലാക്കും റെഡ് വൈറ്റും ആണ് വരുന്നത്. റെഡ് വൈറ്റ് ഓൾറെഡി നമുക്ക് ഇവിടെ കാണാൻ സാധിക്കും. പക്ഷേങ്കിൽ അവിടുന്ന് വരുന്നത് ബ്ലാക്ക് ആണെന്നുണ്ടെങ്കിലും പക്ഷേ ഇവിടെ കയറുന്നത് റെഡാണ്. അത് ഇവിടെ കയറുന്നത് വൈറ്റ് ആണ്. അപ്പോൾ വൈറ്റ് ബ്ലാക്കും ആയിരുന്നു ഇതിൻ്റെ ഔട്ട് വന്നത്. ഈ ഔട്ട് ബ്രേക്ക് ആയിരുന്നു, അതിൻ്റെ ഉള്ളിൽ നിന്ന് ബ്രേക്ക് ആയിരുന്നു. ബ്രേക്ക് ആയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് സ്ഥിരമായിട്ട് നമ്മൾ യാത്ര ചെയ്യുന്ന സമയങ്ങളിൽ ഇതൊക്കെ ലൂസ് ആകാൻ സാധ്യതയുണ്ട്. അങ്ങനെ ലൂസായിട്ട് ഇതിൻ്റെ ഉള്ളിലെ പിന്ന് ഇതുമായിട്ട് കണക്റ്റ് ആകുന്നില്ല. ഇടയ്ക്കൊന്ന് കണക്റ്റ് ആകും. കണക്റ്റ് ആകുന്ന സമയത്ത് സ്പീഡ് കൂടുതൽ കിട്ടും, പിന്നെ ഡിസ്കണക്റ്റ് ആകുന്ന സമയത്ത് ലോയിലേക്ക് മാറും. അതായിരുന്നു ഇതിൻ്റെ ആക്ച്വലി പ്രോബ്ലം. അപ്പോൾ നമുക്ക് സ്പീഡ് ലോയും ഹൈയും ആകുന്ന ഒരു പ്രോബ്ലം ഉണ്ടെന്നുണ്ടെങ്കിൽ ആദ്യം നമ്മൾ ചെക്ക് ചെയ്യേണ്ടത് ഈ ഒരു സ്വിച്ചാണ്. ഈ ഒരു സ്വിച്ച് ചെക്ക് ചെയ്തതിന് ശേഷം നമുക്ക് ഈ ഒരു കണക്ഷൻ നോക്കി കണ്ടുപിടിക്കാൻ പറ്റും. മേ ബി ഈ കണക്ഷൻ്റെ ഉള്ളിൽ നിന്ന് ഈ കാണുന്ന വയർ ബ്രേക്ക് ആണെന്നുണ്ടെങ്കിൽ അങ്ങനെ വരാൻ സാധ്യതയുണ്ട്. അത് നമുക്ക് മൾട്ടിമീറ്റർ വെച്ച് ചെക്ക് ചെയ്താൽ ഈ ഒരു പ്രശ്നം പൂർണ്ണമായിട്ടും സോൾവ് ആയി കിട്ടും. താങ്ക് യു. അപ്പോൾ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. അപ്പോൾ വീണ്ടും നമുക്ക് കാണാം. ഓക്കെ.